സഭയെ സഹായിച്ചവരെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചും സഹായിക്കുമെന്നാണ് മെത്രാപ്പൊലീത്തൻ ട്രസ്റ്റ് കൂടിയായ ജോസഫ് മാർ ഗ്രിഗോറിയോസ് പറയുന്നത്. ആദ്യം അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. യാക്കോബായ സഭ മെത്രാപ്പൊലീത്തൻ ട്രസ്റ്റി ജോസഫ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയാണ് നമ്മളോടൊപ്പം ഇപ്പോൾ ഉള്ളത്. നമസ്കാരം തിരുമേനി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. എന്താണ് സഭയുടെ ഒരു രാഷ്ട്രീയ നിലപാട്? സഭ വലിയ പ്രതിസന്ധിയിലാണ്. അതിന് പരിഹാരങ്ങൾ ഉണ്ടാകണം. അതിനുവേണ്ടി എല്ലാവരും ക്ഷമയോടെ കാത്തിരിക്കുന്ന ഒരു സമയമാണ്. സഭയ്ക്ക് സഹായങ്ങൾ ഓരോ ഘട്ടങ്ങളിൽ ലഭിച്ചിട്ടുണ്ട്. സഭയെ സഹായിക്കുന്നവരെ തിരികെ സഹായിക്കുക എന്നുള്ളത് സഭയുടെ ഒരു ഔദ്യോഗിക നിലപാടാണ്. ആ നിലപാട് തന്നെ തുടരുന്നു. സഭയെ സഹായിച്ചതാരാണ്? അത് ജനങ്ങൾക്കറിയാം, വിശ്വാസികൾക്കത് അറിയാം. അതല്ലാതെ അതിലപ്പുറത്തേക്ക് ഒരു കമന്റ് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ പറഞ്ഞിട്ടുമില്ല. എന്നാലും ഞാൻ ചോദിച്ചോട്ടെ, സംസ്ഥാന സർക്കാർ പ്രശ്ന സഭാതർക്കം പരിഹരിക്കാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അത്തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് തോന്നുന്നു, അതല്ലെങ്കിൽ സർക്കാർ വഞ്ചിച്ചു എന്ന് തോന്നുന്നുണ്ടോ? ഞാനൊരിക്കലും അങ്ങനെ വിശ്വസിക്കുന്നില്ല. സർക്കാർ അതിന്റെ സമയമെടുത്തു. നിയമനിർമ്മാണം നടത്താനുള്ള അതിന്റെ പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞു. ഇനി അതിന്റെ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് പോവുകയാണ്. അതിനു മുമ്പ് നിയമനിർമ്മാണമല്ലാതെ രണ്ടു കൂട്ടരുമായി ചർച്ച ചെയ്ത് പരിഹരിക്കാൻ വലിയ ശ്രമങ്ങൾ നടത്തി. ഒത്തിരി ചർച്ചകൾ നടന്നു. സെമിത്തേരി ബില്ല് കൊണ്ടുവന്നു. അതിൽ ചില ന്യൂനതകൾ ഇപ്പോഴും ബാക്കിയുണ്ട്. അതെല്ലാം പരിഹരിക്കാനും നീതി നിഷേധിക്കപ്പെട്ട ഒരു സഭയാണ് എന്നുള്ളതായ ബോധ്യത്തിൽ നിന്നുകൊണ്ട് ഒരു സ്റ്റേറ്റിന് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി പ്രതിജ്ഞാബദ്ധമാണെന്നുള്ളത് ഞങ്ങൾക്കറിയാം. അത് താമസം വരുന്നതുകൊണ്ടുള്ള പ്രയാസങ്ങളുണ്ട്, ചില ഫ്രസ്ട്രേഷൻസ് ഉണ്ട്. പക്ഷേ അത് നടപ്പാകുമെന്നുള്ള വിശ്വാസം അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. ഈ സഭാതർക്കം പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ ഇടപെട്ടിട്ടുണ്ടോ? കേന്ദ്ര സർക്കാർ ഒരു പ്രാവശ്യം ചർച്ച ചെയ്തു, ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്തു. രണ്ട് വിഭാഗമായിട്ട് ചർച്ച ചെയ്തു. പിന്നീട് അതിന്റെ ഒരു ഡെവലപ്മെന്റ്സ് പിന്നീട് ഉണ്ടായിട്ടില്ല. തുറന്ന മനസ്സാണ് അവർക്കും തീർക്കുന്നതിന് വേണ്ടിയിട്ട്. ഒരു കാര്യം ചോദിക്കാനുള്ളൂ. ചാലക്കുടിയിലെ കാൻഡിഡേറ്റ്, UDF കാൻഡിഡേറ്റ് സഭാംഗമാണ് ബെന്നിൻ ബെഹനാൻ. അപ്പോൾ ചാലക്കുടിയിൽ എന്താണ് സഭ എടുക്കാൻ പോകുന്ന ഒരു നിലപാട്? അങ്ങനെ ഒരു നിലപാട് ഏതെങ്കിലും ഒരു മണ്ഡലത്തിലോ അല്ലെങ്കിൽ ഏതൊരു കാൻഡിഡേറ്റിനെ കുറിച്ചോ ഒന്നും സഭ പറയില്ല. അത് വിശ്വാസികൾക്കറിയാം. അവര് തീരുമാനിക്കട്ടെ. സ്വാഭാവികമായിട്ടും വോട്ടവകാശം ഓരോ പൗരന്റെയും സ്വാതന്ത്ര്യത്തിൽപ്പെട്ട കാര്യത്തിൽ കൈകടത്തുന്നത് ശരിയല്ല. പക്ഷെ സഭയുടെ അപ്രിഹെൻഷൻസ്, സഭയുടെ ആവശ്യങ്ങൾ, സഭയ്ക്ക് കിട്ടേണ്ട നീതി, അതേക്കുറിച്ചൊക്കെ സഭയും ബോധവതിയാകണമെന്ന് മാത്രമേ ഞങ്ങൾ സഭ നേതൃത്വം ആഗ്രഹിക്കുന്നുള്ളൂ. അതിലപ്പുറത്തേക്കുള്ളൊരു ആഹ്വാനമൊന്നും ഇന്നത്തെ ഘട്ടത്തിൽ സഭ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. പല സംസ്ഥാനങ്ങളിലും BJP ക്രൈസ്തവ സഭകളോട് വിമുഖത കാണിക്കുന്ന നിലപാട് കാട്ടിയിട്ടുണ്ട്, സഭകളോട് എതിർപ്പ് കാട്ടിയിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ ഒരു അവസ്ഥ എന്താണ് തിരുമേനി മനസ്സിലാക്കുന്നിടത്തോളം? കേരളത്തിലെ സ്ഥിതി വ്യത്യസ്തമാണ്. അത് ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ്. പല ഇടങ്ങളിലുമുള്ള ക്രൈസ്തവ സഭയ്ക്ക് ഉണ്ടായിട്ടുള്ള പ്രയാസങ്ങൾ ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ്. അത് പ്രൈം മിനിസ്റ്ററുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്, പാർട്ടികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അത് പരിഹരിക്കാനുള്ള മെഷേഴ്സ് എടുക്കുമെന്ന് തന്നെയാണ് അവരൊക്കെ പറഞ്ഞിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ അങ്ങനത്തെ ഒരു തീരുമാനത്തിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അങ്ങനെ മുന്നോട്ട് പോകാൻ ഒക്കത്തുള്ളൂ. ഒരു മൈനോറിറ്റി എന്നുള്ള നിലയിൽ അവരെ പ്രൊട്ടക്ട് ചെയ്യുക, അതിലൂടെ കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് പ്രൊട്ടക്ഷൻ ലഭിക്കുക. അതിന് വിപരീതമായിട്ട്, അതിനപ്പുറമായിട്ടോ ചിന്തിച്ച് മുന്നോട്ട് പോകുന്ന ഒരിക്കലും ഗുണപരമായിരിക്കില്ല. ഇത്രയും വലിയ ഒരു ഡെമോക്രാറ്റിക് കൺട്രി എന്നുള്ള നിലയിൽ അത് നിലനിർത്തിക്കൊണ്ട് പോകുമെന്ന് തന്നെയാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്നത്. അത് തന്നെ വേണമെന്നാണ് നമ്മളൊക്കെ ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ എന്നോട് കുറച്ചു മുമ്പേ പറഞ്ഞു, കുറച്ചൊരു ബുദ്ധിമുട്ടുകൾ നേരിടുന്ന സഭയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ബുദ്ധിമുട്ടുകളൊക്കെ കാലാകാലങ്ങളായി ചർച്ച ചെയ്ത് വന്നതുമാണ്. പിന്നെ ഏതെങ്കിലും ഒരു സർക്കാർ ഇക്കാര്യത്തിൽ അത്ര കണ്ടങ്ങ് ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ടോ അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ? ഇത് രണ്ട് വിഭാഗത്തും ആളുകളുണ്ട്. നീതി നിഷേധിക്കപ്പെട്ടൊരു വിഭാഗമുണ്ട്. മറുവിഭാഗത്തിന് അന്നേരം നിയമത്തിന്റെ പിൻബലമുണ്ട്.
അപ്പോൾ നിയമത്തിന്റെ പിൻബലമുള്ളപ്പോൾ സ്വാഭാവികമായിട്ടും രണ്ട് വിഭാഗത്തെയും പിണക്കാതെ ഒരു പരിഹാരത്തിന് വേണ്ടി എല്ലാ ശ്രമങ്ങളും തുടരുക എന്നുള്ളതാണ്. കോടതിയിലൂടെ ഒരു പരിഹാരം അപ്രാപ്യമാണ് എന്നറിയാം. പിന്നെ അവിടെ കോടതിയും പറഞ്ഞിട്ടുണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റിന് ചെയ്യാവുന്ന കാര്യങ്ങൾക്ക് തടസ്സങ്ങളില്ല, അത് ചെയ്യാനുള്ള സമയവും കൊടുത്തിട്ടുണ്ട്. ആ സമയം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അവർക്ക് ദോഷമില്ലാതെ, ഒരു വിഭാഗം ആർക്കും ദോഷമില്ലാതെ ഇതിനൊരു പരിഹാരം, അതിന്റെ ഒരു ഫോർമുലയാണ് കണ്ടെത്തിയിരിക്കുന്നത്. അത് വരുമ്പം രണ്ട് വിഭാഗത്തിനും ദോഷമുണ്ടാകാതെ തീർക്കാൻ പറ്റും. ഈ തർക്കങ്ങൾ അവസാനിക്കും. രണ്ട് വിഭാഗത്തിനും ഒരു സഹോദരി സഭകളെ പോലെ വഴക്കും വ്യവഹാരമില്ലാതെ ജീവിക്കാൻ സാധിക്കും. ഇതിലേക്ക് കൊണ്ടുവരാനാണ് എല്ലാ ശ്രമവും. അത് ഇനിയും വൈകിക്കൂടാ എന്ന് മാത്രമേ ഉള്ളൂ. അത് ഇപ്പോഴേ താമസിച്ചു. അത് ചെയ്യാൻ പറ്റും, അത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത്രയും നമ്മൾക്കറിയാവുള്ളൂ. ഈ ഗ്രിഗോറിയോസ് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ അദ്ദേഹം ആർക്കാണ് പിന്തുണ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുന്നില്ല. എല്ലാ സഭകളും പൊതുവിലെടുക്കുന്ന നിലപാട് പോലെ തന്നെയാണ് നിലപാടെടുത്തത്. ഇക്കാര്യത്തിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് ഓർത്തഡോക്സ് സഭ കഴിഞ്ഞ ദിവസം എടുത്ത നിലപാടാണ്. അവർ സമദൂര നിലപാടാണ് പറഞ്ഞത്. സഭാംഗങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും വോട്ട് ചെയ്യാം എന്ന നിലപാടെടുത്തു. സമാനമായൊരു നിലപാട് ഓർത്തഡോക്സ് സഭയും യാക്കോബായ സഭയും സ്വീകരിക്കുന്നു. പക്ഷേ തങ്ങളെ സഹായിച്ചവരെ തിരിച്ചു സഹായിക്കും എന്ന് പറയുമ്പോൾ ഈ സഭാ തർക്ക വിഷയത്തിൽ സർക്കാർ അനുകൂലമായ ചില നിലപാടുകൾ എടുത്തു എന്ന സൂചന അദ്ദേഹം പങ്കുവെക്കുന്നതുമുണ്ട്. കൃത്യമായ രാഷ്ട്രീയം പറയാതെ രാഷ്ട്രീയം പറയുന്നു. അതാണോ യാക്കോബായ സഭ നേതൃത്വം സ്വീകരിക്കുന്ന നിലപാട്? ആജ്ഞ. സജിത് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ കൃത്യമായ രാഷ്ട്രീയ നിലപാട് പറഞ്ഞില്ലെങ്കിൽ പോലും സംസ്ഥാന സർക്കാരിനെ പിന്തുണയ്ക്കുന്നു എന്നൊരു സാഹചര്യം കൂടി യാക്കോബായ സഭ മുന്നോട്ട് വെക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ എടുത്തു ചോദിച്ചപ്പോഴും വിശ്വാസികൾ സഹായിച്ചവരെ തിരിച്ചു സഹായിക്കുമെന്ന മെത്രോപൊലീറ്റൻ പറയുകയുണ്ടായി. അതേസമയം സഹായിച്ചവരാരാണെന്ന് ചോദിച്ചപ്പോൾ അത് വിശ്വാസികൾക്കറിയാം, അവരും വോട്ടർമാരാണ്, അവർ തീരുമാനിക്കട്ടെ എന്നൊരു കൃത്യമായ ഒരു സൂചന തന്നു തന്നെയാണ്. എന്നാൽ സംസ്ഥാന സർക്കാർ ഈ ചർച്ച നടപ്പിലാക്കുന്നതിലുള്ള കാലതാമസം ചില വിശ്വാസികൾക്കിടയിലെങ്കിലും പ്രശ്നമുണ്ടായിട്ടുണ്ട്, നീരസമുണ്ടായിട്ടുണ്ട് എന്നൊരു സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഇരുന്നാൽ പോലും നേരത്തെ തന്നെ ഈ സഭാതർക്കം പരിഹരിക്കാനുള്ള നീക്കങ്ങൾ സംസ്ഥാന സർക്കാർ തുടങ്ങിയിരുന്നു. അതിന്റെ നിയമ സാധ്യതകളിലേക്ക് പോയിരുന്നു. കോടതി വഴി പോലും പരിഹരിക്കാനാകാത്ത ഒരു പ്രശ്നമാണെന്ന് തിരുമേനി ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ഈ ഒരു സാഹചര്യത്തിൽ പോലും എങ്ങനെയാണ് ഈ പ്രശ്നം പരിഹരിക്കുന്നത് എന്നതിന് വേണ്ടി വിശ്വാസികളുടെ ഇടയിൽ ഒരു നീരസമുണ്ട്. സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ കാലതാമസം എടുക്കുന്നതിൽ നീരസമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം കേന്ദ്ര സർക്കാരിന്റെ നിലപാട് കൂടി ചോദിച്ചപ്പോൾ ഇത്തരം കാര്യങ്ങൾ പ്രധാനമന്ത്രിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി തന്നെ കേരളത്തിലെ ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സഭാതർക്കം തന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നൊരു സൂചന കൂടി നൽകിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ കേരളത്തിലെ അവസ്ഥ വ്യത്യസ്തമാണ്. മറ്റു സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവ സഭകൾക്കെതിരായ നിലപാടുകൾ BJP കൈക്കൊള്ളുമ്പോൾ കേരളത്തിലെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, കേരളത്തിലെ അവസ്ഥ തീർത്തും വ്യത്യസ്തമാണ്. ഈ പ്രശ്നങ്ങളൊക്കെ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. അത് മാത്രമല്ല, ചാലക്കുടിയിലെ സ്ഥാനാർത്ഥിയെപ്പറ്റി ചോദിച്ച ഒരു സമയത്തും അത് സഭയ്ക്കുള്ളിൽ അല്ലെങ്കിൽ സഭയുടെ സ്ഥാനാർത്ഥിയായാൽ പൂർണ്ണമായും സഭ പിന്തുണയ്ക്കണമെന്നില്ലല്ലോ, അത് വിശ്വാസികൾ അല്ലെങ്കിൽ ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്നൊരു നിലപാടിലാണ് യാക്കോബായ സഭ മെട്രോപൊളിറ്റൻ ട്രസ്റ്റി ജോസഫ് മാർ ഗ്രിഗോറിയസ് നമ്മളോട് വ്യക്തമാക്കിയത്. എന്ത് തന്നെയായാലും സഭയുടെ നിലപാട് നമുക്ക് തന്നിരിക്കുന്ന ഇന്റർവ്യൂവിൽ, അഭിമുഖത്തിൽ വ്യക്തമാണ്. ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാട് തന്നെയാണ് സഭ സ്വീകരിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ. സജിത്.